then the problem now we are facing, അല്ലേ? നമ്മൾ വേസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾ മലിനമാക്കിയ വെള്ളവും മണ്ണുമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം? അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ മണ്ണിലേക്ക് ഇത്തരം കീടനാശിനികളും പ്ലാസ്റ്റിക്കും അതുപോലെ മലിനമാക്കുന്ന മറ്റ് വസ്തുക്കളും, ഈവൻ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് പോലും, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് പോലും, അതെല്ലാം കീടനാശിനികളുണ്ട്. ഈ കീടനാശിനികളെല്ലാം നമ്മൾ ജലത്തിലേക്കും മണ്ണിലേക്കും വരുന്നത് നമ്മുടെ ജലം മലിനമാക്കുന്നതും അല്ലെങ്കിൽ മണ്ണിനെ മലിനമാക്കുന്ന സാഹചര്യത്തിൽ വരികയാണ്. അപ്പോൾ ഇത്തരം കീടനാശിനികളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകൾ പോലെയുള്ള വസ്തുക്കളും നമ്മൾ ഭൂരിഭാഗം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മണ്ണിനെ മലിനമാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈവൻ നമ്മൾ കൃഷിഭൂമിയിലാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, കീടനാശിനികളിലൊക്കെ ഉപയോഗിക്കാതിരിക്കുക. നാച്ചുറലായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുക. അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും വിത്തുകളും മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഭൂമിയുടെ ജീവന്റെ അടയാളങ്ങളായി നിൽക്കുന്നത് ഇപ്പൊ രണ്ടുമാണ്. ഭൂമി മനുഷ്യ ജീവിതത്തെയും മൃഗജീവിതത്തെയും സസ്യജീവിതത്തെയും ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ഇവ പരസ്പരം സമ്മേളിച്ചുകൊണ്ട് ഇവയുടെ ഒരു ലയത്തിലാണ് പൂർണ്ണമായിട്ടും ജീവന്റെ നിലനിൽപ്പ്